ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയർ ഡെവിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കിഡിലൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വരാൻ പോകുന്ന എക്കോ സീരീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് മെയിൻലി വന്നിട്ടുള്ള സംഭവം. എന്തുവാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ആ ഒരു ചെറിയ ടി വി സ്പോട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഡെയർ ഡെവിലിൻ്റെയും കിങ് പിൻ്റെയും കുറച്ച് ഫൂട്ടേജസും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫൂട്ടേജിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ആ ഒരു സീരീസിലെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് അവർ ആ ഒരു ട്രെയിലറിൽ യൂസ് ചെയ്തിട്ടുള്ള. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള ആ ഒരു സീരീസ് ഇപ്പം നമ്മുടെ എംസിൻ്റെ ക്യാനൺ ആണെന്നാണ് പല റൂമേഴ്സിലൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. അതായത് ഈ ഒരു എക്കോ സീരീസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു ക്യാനൺ ആണെന്നുള്ള രീതിയിൽ പല സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കെയിൻഫൈയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മാർവലിൻ്റെ ഒഫീഷ്യൽ സൈഡിൽ നിന്നോ ഒന്നും വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ എക്കോ സീരീസ് ഇറങ്ങിയാൽ മാത്രമേ നമുക്കിത് ഒഫീഷ്യലി ആ ഒരു നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസിനകത്തുള്ള ആ ഒരു സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണോ അല്ലയോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാവരും ഉറപ്പിച്ച് പറയുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടി വി സ്പോട്ടിനകത്ത് തന്നെ, അതായത് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്തിട്ടുള്ളൊരു ടി വി സ്പോട്ടിനകത്ത് നമ്മുടെ ഡെയർ ഡെവിലിൻ്റെ ഒരു ഷോട്ട്, അതായത് ഫുള്ളായിട്ടുള്ളൊരു ക്ലിപ്പ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഡെയർ ഡെവിൽ ഇട്ടിട്ടിരിക്കുന്ന സ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെയിം സ്യൂട്ടിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്യൂട്ടാണ് നമുക്ക് ആ ഒരു ടി വി സ്പോട്ടിൽ കാണാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു റൂമേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളത്. അത് ഇതിപ്പം ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ് ക്യാനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു എക്കോ സീരീസ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിൻ്റെ ക്യാനൺ ആണെങ്കിൽ, അതായത് ആ ഒരു സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ എം സിയിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൂക്ക് കേജ്, ജെസിക്ക ജോൺസ്, അയൺ ഫിസ്റ്റ്, പണിഷർ ഇങ്ങനെയുള്ള സീരീസ് എല്ലാം ക്യാനൺ ആകുമെന്ന് ഓൾമോസ്റ്റ് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ എക്കോ സീരീസ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനും പറ്റൂ. പക്ഷേ ഇതിനകത്ത് എടുത്ത് പറയേണ്ട വേറൊരു ഹൈലൈറ്റ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്കോ സീരീസിനകത്ത് നമ്മുടെ ഡെയർ ഡെവിലിൻ്റെയും എക്കോൻ്റെയും ഒരു ഫൈറ്റ് സീൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ളൊരു 7 മിനിറ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു കുറച്ച്, അതായത് 1 മിനിറ്റ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീനും ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഹൈപ്പും കാര്യങ്ങളും കൂടിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എക്കോ സീരീസിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണെങ്കിൽ നമ്മുടെ ഡെയർ ഡെവിൽ ബോൺ അഗെയിൻ സീരീസൊക്കെ വരാനും പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രൗണ്ടഡ് ലെവൽ കണ്ടൻറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഹൈപ്പും കാര്യങ്ങളും അവർ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർവൽ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ലീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ളൊരു മൂവിയായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ലീക്ക് വന്നിട്ടുണ്ട്. ഇത് സ്പോയിലർ കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോ, അടുത്ത അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ളൊരു പടത്തിൻ്റെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഷൂട്ട് ചെയ്ത് വെച്ച സംഭവം ഇനി ഒരു ബാക്കി വേറെ രീതിയിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടെന്നുള്ള രീതിയിൽ അപ്ഡേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഈ ഒരു പടത്തിൻ്റെ ഫൈനൽ ബാറ്റിലിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഒറ്റയ്ക്ക് നിന്നല്ല ഈ ഒരു പടത്തിൻ്റെ ഫൈനൽ ബാറ്റിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ടീം അപ്പ് ഫൈറ്റിംഗ് ആണ്. അതായത് ഒരു കോമൺ എനിമീനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കുറച്ച് ക്യാരക്ടേഴ്സുമായിട്ട് ടീം അപ്പ് ആവുന്നുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്നാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സാം വിൽസൺ, അതേപോലെ തന്നെ സബ്ര എന്നുള്ളൊരു ക്യാരക്ടറിനെ പറയുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ ആരും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. അതായത് നമ്മുടെ കോമിക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇസ്രായേലി ഏജൻറ്റ് സോൾജർ ആണെന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മ്യൂട്ടൻ ക്യാരക്ടറാണ്. അത്യാവശ്യം നല്ല സൂപ്പർ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫീമെയിൽ ക്യാരക്ടറാണ് കോമിക്സിൽ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിനകത്ത് വരുന്നുണ്ട്. അപ്പം മ്യൂട്ടൻ്റ് ആയിട്ടാണോ വരുന്നത് എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലെങ്കിലും ആ ഒരു സെയിം പേരിൽ ആ ഒരു ക്യാരക്ടർ കൊണ്ട് അത് അപ്പിയർ ചെയ്യാൻ പോകുന്നുണ്ട്. മ്യൂട്ടൻസൊക്കെ അപ്പം അടുത്തടുത്ത പ്രോജക്റ്റുകളിൽ പുറത്ത് വരുന്നതുകൊണ്ട് ചിലപ്പം മ്യൂട്ടൻ്റ് ആയിട്ട് തന്നെ കാണിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നീട് അടുത്ത ക്യാരക്ടർ ആരാന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിനകത്ത് കണ്ടിട്ടുള്ള നമ്മുടെ ഐസയ ബ്രാഡ്ലി എന്നുള്ള ആ ഒരു ക്യാരക്ടർ കോമിക് ആക്യുറേറ്റ് സ്യൂട്ടിൽ ഈ ഒരു ഫൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മൂവിയിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര്, അതായത് ഈ ഒരു 3 ക്യാരക്ടേഴ്സ് ചേർന്നിട്ടാണ് ആ ഒരു കോമൺ വില്ലനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു കോമൺ വില്ലൻ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ നമ്മുടെ ജനറൽ റോസ് അഥവാ നമ്മുടെ റെഡ് ഹൾക്ക് എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് ഇവരെല്ലാം കൂടെ ടീം അപ്പ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലാസ്റ്റ് ഫൈറ്റ് കൂടുതലും നടക്കാൻ പോകുന്നത് നമ്മുടെ അമേരിക്കൻ വൈറ്റ് ഹൗസിലാണെന്നൊക്കെയാണ് പറയുന്നത്. മിക്കവാറും നമ്മുടെ അവിടുത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് നാൾക്കുമ്പോൾ റൂമർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റെഡ് ഹൾക്ക് തന്നെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജനറൽ റോസ് തന്നെയായിരിക്കും അടുത്ത അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് മാറാൻ പോകുന്നതൊക്കെ നമ്മൾ പല റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മിക്കവാറും അത് റിയൽ ആവാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റെഡ് ഹൾക്കിനെതിരെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അഡമാൻഡിയം എന്നുള്ളൊരു പുതിയ മെറ്റലും കൂടെ ഈ ഒരു പടത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പം അഡമാൻഡിയം എവിടെ നിന്ന് വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മുന്നേ കുറച്ച് അപ്ഡേറ്റ്സൊക്കെ കിട്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. അതായത് ഈ ഒരു പടം മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് വരാൻ പോകുന്നത് നമ്മുടെ എറ്റേണൽസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണെന്ന് ഓൾമോസ്റ്റ് ഉറപ്പിക്കാൻ പറ്റും. അതായത് നമ്മുടെ ടിയാമുട്ട് ഐലൻഡ് എന്നുള്ളൊരു സംഭവം അറിയാം. അതായത് ഐലൻഡായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു സെലസ്ട്രിയൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐലൻഡ് രീതിയിലായി മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഐലൻഡ് തന്നെയാണ് നമ്മുടെ
അഡമാൻഡ്യത്തിൻ്റെ ഒരു സോഴ്സായിട്ട് പറയുന്നത്. അപ്പം ആ ഒരു അഡമാൻഡ്യം വെച്ചിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഈ റെഡ് ഹൾക്കിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മൂവീസ് മ്യൂട്ടൻസിന് വേണ്ടിയിട്ടുള്ളൊരു ബേസിക് കാര്യങ്ങളൊക്കെ അവർ തുടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ ഒരു എക്സ്മെൻ മൂവി കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ലാസ്റ്റ് ഒരു ബാഡ് ന്യൂസ് തന്നെ എടുത്ത് പറഞ്ഞേക്കാം. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതായിരിക്കും. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് 5 അല്ലെങ്കിൽ നമ്മുടെ കാങ് ഡൈനസ്റ്റി എന്നുള്ളൊരു പേര്, കാങ് ഡൈനസ്റ്റി ഇനി പറയാൻ പറ്റത്തില്ല, പക്ഷേ അവഞ്ചേഴ്സ് 5 എന്തായാലും നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അവഞ്ചേഴ്സ് 5 എന്നുള്ളൊരു മൂവി ഡിലേ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ഫിക്സ് ചെയ്തിട്ട് 2026 അപ്പം ഇനി ആ ഒരു സംഭവം നടക്കത്തില്ല. 2027 8 നീണ്ടു പോയേക്കാം. അപ്പോൾ സീക്രട്ട് വാർസ് ആണ് മെയിൻലി പുഷപ്പായി പോകുന്നത് ഈ ഒരു പടം കാരണം. അപ്പം ഇത് മറ്റു മൂവീസിനെ ബാധിക്കാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പുതിയ റിലീസ് ഡേറ്റ് ഏതാണ്, ടൈറ്റിൽ ഏതാണെന്നൊക്കെ നമുക്കിനി വരാൻ പോകുന്ന നെക്സ്റ്റ് സാൻഡിയാഗോ കോമിക്കോണിലോ എന്തെങ്കിലും ഒരു ഇവൻറ്റിലോ വെച്ച് മിക്കവാറും അനൗൺസ് ചെയ്യാനുള്ള നല്ല സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ ബാഡ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ഏതാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ഗൈസ്.